ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷിബ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈദ് സ്പെഷ്യൽ മന്തി ആയിട്ടാണ്. ഇവിടെ ഈദിന് കുഴിമന്തിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ചിക്കൻ ഒന്ന് നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതൊന്ന് അറേഞ്ച് ചെയ്യണം. ഒന്നിൻ്റെ മേലെ ഒന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ ചിക്കൻ എല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉമ്മാൻ്റെ റെസിപ്പിയാണിത്. പിന്നെ ഞങ്ങൾക്ക് ഈ റെസിപ്പി കിട്ടിയത് ഫഡ്വാസ് കിച്ചൺ എന്ന ചാനലിൽ നിന്നാണ്. അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണം, കാരണം മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് നമ്മളിതിൽ ചോറിൽ എന്തായാലും ചേർക്കും. അതിനു മുമ്പ് നമ്മൾ ഈ മസാലയിൽ പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1.5 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്. ക്രഷ് ചെയ്തത് ആക്കിയത്, വല്ലാതെ ഓവറായിട്ട് പൊടിക്കണ്ട. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മാഗി ക്യൂബാണ്. 2 മാഗി ക്യൂബാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതുപോലത്തെ 2 മാഗി ക്യൂബാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മാഗി ക്യൂബിൽ തന്നെ ഉപ്പ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി മാഗി ക്യൂബ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഒരു 2 കിലോ ചിക്കൻ്റെ അടുത്ത് വരും. പിന്നെ ഇതിലേക്ക് കളർ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ വീഡിയോക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കളർ ആവശ്യമാണ്, കാരണം റെഡ് അല്ലല്ലോ, അതുകൊണ്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. 2 മീഡിയം ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. പിന്നെ കുഴിമന്തിയിൽ അല്ലെങ്കിൽ ക്യാപ്സിക്കം ചേർക്കില്ല, പക്ഷേ ഞങ്ങളിത് നോമ്പിന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നിങ്ങളുമായി വീഡിയോ ഷെയർ ചെയ്യാമല്ലോ, അത് കാരണമാണ്. അതുകൊണ്ട് മീഡിയം ക്യാപ്സിക്കമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിച്ചേപ്പും അതിൻ്റെ പകുതി പുതിനയുമാണ് ചേർക്കുന്നത്. അത് ഓവർ ആവണ്ട. പിന്നെ എല്ലാം ചെറുതാക്കി അരിഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഇതൊന്നും കാണില്ല. അങ്ങനത്തെ രീതിയിൽ വേണം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് അര കപ്പല്ല 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഓയിലൊന്നും ചേർത്തെടുക്കില്ല. റൈസിലേക്ക് വേണ്ടിയുള്ള ഓയിലും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഇനി 1 കിലോ ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ 3/4 കപ്പ് ഓയിൽ മാത്രം ചേർത്തെടുത്താൽ മതി. ഇത് 2 കിലോത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 1 കപ്പോളം ചേർത്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്ത് ഈ മാഗി ക്യൂബിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് കൂടുതൽ ടൈം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾക്ക് അത്ര ക്ഷമയില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാക്സിമം. 2 മണിക്കൂറാണ് ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് ടൈമില്ല എന്നാണെങ്കിൽ നമുക്ക് 10 മിനിറ്റ്, 1/2 മണിക്കൂറോളം വെച്ചാൽ മതി. അപ്പം നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചെടുക്കാം. ഇനി നമുക്ക് അരി ഒന്ന് കുതിർത്തെടുക്കാം. അരി ഇതുപോലെ തന്നെ കുതിർത്ത് വെക്കണം. 1 മണിക്കൂറോളം കുതിർത്ത് വെക്കുന്നുണ്ട്. ഇത് മന്തി റൈസാണ്. കടയിൽ നിന്ന് മന്തി റൈസ് 2 തരത്തിലുണ്ട്. ഒന്ന് വൈറ്റും ഒന്ന് ഡാർക്കും ആയിട്ടുള്ളത്. ഞങ്ങൾ വൈറ്റാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതൊന്ന് കഴുകി വെച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെക്കാം. 1 മണിക്കൂറോളം അല്ലെങ്കിൽ 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചാലും മതി. ഞങ്ങളിവിടെ 1 മണിക്കൂറോളം കുതിർത്ത് വെക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള പെരുന്നാളിൻ്റെ പായസവും എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഉണക്കനാരക എന്നിവയൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അത് വേണമെന്നില്ല, വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇത് കുറച്ചും ടേസ്റ്റ് കൂടും. പിന്നെ നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ കണക്കിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അരി നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം.
പിന്നെ അരി ഇടുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലോളം ഒഴിച്ചെടുക്കണം. പിന്നെ അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം. കല്ലുപ്പാണ് ഏറ്റവും നല്ലത്, ക്രിസ്റ്റൽ സോൾട്ട്, കാരണം അതിപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ പൊടിയുപ്പാണ് ചേർത്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി, സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇത് റൈസിന് ആവശ്യമായിട്ടുള്ളതല്ല, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഊറ്റിക്കളയുന്നതോടെ അത് ഈ ഓയിലൊക്കെ അതിന് പോവും. പിന്നെ റൈസിലേക്ക് ആവശ്യമുള്ള ഓയിൽ നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇപ്പോൾ കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്തെടുക്കാം. നേരത്തെ കുതിർത്ത് വെച്ച അരി ഒന്ന് ചേർത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ 1/2 ക്യൂബ് മാഗി ക്യൂബ് കൂടിയും ചേർത്ത് കൊടുക്കാം. അതും വളരെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ 2 ക്യൂബ് മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ ഓർക്കുമ്പോഴാണ് ഒരു 1/2 ക്യൂബ് കൂടി ചേർത്ത അരിയിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും, മന്തിയുടെ ടേസ്റ്റ് വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. നന്നായി അടച്ചു വെച്ച് അരി ഒന്ന് വേവിക്കാം. 90% മാത്രം വെന്താൽ മതി. ബാക്കിയുള്ള നമ്മൾ ദം ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ അരി ഫുള്ളായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കൂടുതൽ അരി യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വെള്ളത്തിനകത്ത് കാണാത്തത്. എന്നാൽ നമ്മളിത് ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഈ ആവിയിൽ കിടന്നിട്ട് അത് ബാക്കിയുള്ള 10% കൂടി വെന്ത് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിത് ഒന്നുകൂടി ഊറ്റിക്കളയണം, ഇങ്ങനെ വെച്ച് പോവരുത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കൂടുതൽ ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒരു ഫ്രൈ ചെയ്യുന്നതിലേക്ക് കുറച്ച് മന്തി മസാല, അത് ഓപ്ഷണലാണ്, മന്തി മസാലകളും ചേർത്തെടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞങ്ങളിതൊന്ന് ടേസ്റ്റിന് വേണ്ടി എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് യൂസ് ചെയ്തതാണ്. ചേർത്തില്ലെങ്കിലും ടേസ്റ്റ് വേറെ കുറച്ച് ടേസ്റ്റ് വ്യത്യാസം അത്രേ ഉള്ളൂ. എന്തായാലും രണ്ടും ടേസ്റ്റാണ്. അടച്ചു ഇഷ്ടമാണ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഓവറായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, നല്ലൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ എല്ലാതൊന്ന് മറിച്ചിട്ടെടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നാലും ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മന്തി റൈസ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഫസ്റ്റ് റെഡിയാക്കുമ്പോൾ നമുക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ടായിരുന്നു, ആ ടേസ്റ്റ് കിട്ടുമോ ഇല്ലേന്നൊക്കെ. പക്ഷേ അതും പൊളിയായിരുന്നു. ഇത് അതിനേക്കാളും പൊളിയായിരുന്നു. കുറച്ച് മന്തി മസാല ചേർത്തപ്പോൾ തന്നെ കുറച്ചിനും പൊളിയായിരുന്നു. നിങ്ങൾ കയ്യിൽ കിട്ടുമെങ്കിൽ വാങ്ങുക. ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈം ആകുമ്പോൾ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും, എന്നാലും ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഉപയോഗിക്കുക. പിന്നെ അധികം സാധനങ്ങളൊന്നും ഈ മന്തിക്ക് വേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് ചാക്കോൾ വാങ്ങാൻ കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ കനലാണ് ഉപയോഗിക്കുന്നത്. ചാക്കോൾ കിട്ടാനില്ല, ലോക്ക്ഡൗൺ സമയമല്ലേ, അതുകൊണ്ട് തന്നെ വാങ്ങാൻ പോകാനും പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. അത് കാരണം തന്നെ പിന്നെ ഇതിലേക്ക് നല്ല കളറിന് വേണ്ടി മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയതും പിന്നെ കുറച്ച് ഗ്രീൻ കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ ആക്കിയ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ചേർത്ത് റൈസൊക്കെ നല്ല കളർഫുള്ളായിരിക്കും. അടിയിൽ ചുവപ്പും മുകളിലും മഞ്ഞയും പച്ചയും പിന്നെ വൈറ്റ് റൈസ് ആകുമ്പോൾ വളരെ കളർഫുള്ളായിട്ടുള്ള റൈസായിരിക്കും. ഓപ്ഷണലാണ്, നിങ്ങൾ കയ്യിൽ കളേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി. പിന്നെ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പച്ചമുളക് കൂടിയും കുത്തി വെക്കുന്നുണ്ട്. ഇത് എരിവിന് വേണ്ടിയിട്ടല്ല, ഈ പച്ചമുളകിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കനലൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രം, നേരത്തെ നോമ്പിന് കത്തിച്ച് വെച്ച പാത്രമാണ്, ചാക്കോൾ വെച്ചതാണ്.
അപ്പോൾ കനലാണ് വെക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചാർക്കോളാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. എന്നാലും ഇത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പർ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു പാത്രം ആയതുകൊണ്ട് തന്നെ പുകയൊന്നും പുറത്ത് പോവില്ല. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കല്ലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കുറച്ച് നേരം ദം ചെയ്ത് വെച്ചാൽ മതി. ഒരു 10-15-20 മിനിറ്റ് ദം ചെയ്ത് വെച്ചാൽ തന്നെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് സൽസയും പിന്നെ മയോണൈസും ആയിരുന്നു ഇതിന് കോമ്പിനേഷനായി കൊടുത്തത്. പിന്നെ ചില്ലി ചിക്കനും ഉണ്ടായിരുന്നു. പിന്നെ മയോണൈസിൻ്റെയും സൽസയുടെയും വീഡിയോ ഇതിലേക്ക് ഞാൻ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അന്നത്തെ മന്തി റൈസ്. നിങ്ങൾക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തത് ഞാൻ ഇതിലേക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സൽസയുടെ വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി, നല്ല ചുവപ്പ് കളർ തക്കാളി ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. അതൊന്ന് മുറിച്ച് വെക്കുക. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് അല്ലെങ്കിൽ 1 പച്ചമുളക് ചേർത്താലും മതി. പിന്നെ ഒരു വെളുത്തുള്ളി അധികം ആവാൻ പാടില്ല, പിന്നെ അതിന് ടേസ്റ്റ് ആയിരിക്കും. ഒരു വെളുത്തുള്ളി മതി. പിന്നെ ഒരു നാരങ്ങയാണ്. ഇത് ചെറിയ നാരങ്ങയാണ്. വലിയ നാരങ്ങയാണെങ്കിൽ അതിന് പകുതി മതി. പിന്നെ അതിൻ്റെ കുരു കളഞ്ഞ് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. കുരു പെടരുത്, കുരു പെട്ട കഴിക്കും, അതുകൊണ്ടാണ്. കുരു പെടാതെ നോക്കണം. ഞാൻ ഒരു നാരങ്ങ, ചെറിയ നാരങ്ങയാണ്, വളരെ ചെറുതാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ വലുതായി തോന്നാം. ചെറിയ നാരങ്ങ ആയതുകൊണ്ട് തന്നെ ഒരെണ്ണം ഫുള്ളായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പ് കൂടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ സൽസയുടെ സംഭവം. അതിനെ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുമായി ഇതിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സൽസ. വളരെ ടേസ്റ്റി ആയിരുന്നു. നമ്മുടെ മന്തിക്ക് ഉപയോഗിക്കുന്ന സൽസയാണിത്. പിന്നെ അടുത്തതായി ഷെയർ ചെയ്യുന്നത് മയോണൈസിൻ്റെ റെസിപ്പിയാണ്. മയോണൈസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാൽ നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. അറിയാത്തവരും ഉണ്ടാകാം, സംശയമുള്ളവരുണ്ടാവാം. അതുകൊണ്ട് ഞാനിത് 2 എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ എഗ്ഗിൻ്റെ എഗ്ഗ് വൈറ്റാണ് ഉപയോഗിക്കേണ്ടത്. മണം ചേർത്താൽ ചിലപ്പോൾ ലൂസായി പോവും. ഞാൻ ഒരു വട്ടം ചെയ്തപ്പോൾ ലൂസായി പോയതാണ്. അതുകൊണ്ട് തന്നെയാണ് മയോണൈസ് ഞാൻ വെള്ളം മാത്രം ഉപയോഗിച്ച് ചെയ്ത് നോക്കാൻ വിചാരിച്ചു. പല വീഡിയോയിലും വെള്ളം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരു വീഡിയോ കണ്ടു, അതിൽ മഞ്ഞയും ഉൾക്കൊള്ളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് നോക്കിയാൽ പക്ഷേ സക്സസ് ആയില്ല, നേരെ സക്സസ് ആയില്ല. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ 3 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ്, 2 വലുതാണെങ്കിൽ 2 മതി. പിന്നെ അതൊന്ന് ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു അര ടീസ്പൂണിനേക്കാൾ കുറച്ച് കുറവ് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പ് വേഗത്തിൽ കൂടും, അത് കാരണമാണ് 1/4 ടീസ്പൂണേക്കാൾ കുറവ് അത്ര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അത് നോക്കാവുന്നതാണ്, ശരിയാക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ വിനീഗറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ വിനീഗറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിലാണ്. വേറൊരു ഓയിലൊന്നും ഇതിലേക്ക് യൂസ് ചെയ്ത് നോക്കരുത്, ശരിയാവത്ത് വരില്ല, ലൂസായി പോവും, വെള്ളം പോലെ കിടക്കും. സൺഫ്ലവർ ഓയിലാണെങ്കിൽ നല്ല കട്ടിയിൽ വരും നമ്മുടെ മയോണൈസ്. നമുക്ക് ഒന്ന് പൾസ് ചെയ്ത് നോക്കാം. ഒരു 2 മിനിറ്റോളം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് വേണം പൾസ് ചെയ്ത് വെക്കാൻ. ഇതിപ്പോൾ നമുക്ക് ഒരു വെള്ളം പോലെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/3 കപ്പ് വരെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്നു.
നല്ല കട്ടിയായി കിട്ടിയാൽ പിന്നെ ഓയിൽ ഒഴിക്കരുത്. പിന്നെ ഓയിൽ ഒഴിച്ചാൽ നമുക്കിത് ലൂസായി പോവും. അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് വിനീഗറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഉപ്പ് പാകത്തിനായിരുന്നു. വിനീഗർ കുറച്ച് ആവശ്യമായി തോന്നി. നാരങ്ങയാണെങ്കിൽ ചിലപ്പോൾ പുളി കൂടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. ഞാൻ കൊണ്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു മയോണൈസ് എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. മന്തി റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. അതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സൽസയും മയോണൈസും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.